ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് പാരഡൈമിന്റെ ടവർ സ്പീക്കറാണ്. സാധാരണ രണ്ട് ടവർ സ്പീക്കർ പരിചയപ്പെടുത്തണ പോലെ ഇതങ്ങോട്ട് പറഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല. എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ഒരു ടവർ സ്പീക്കർ കേൾക്കരുത്. കാരണം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിയിരിക്കും. പാരഡൈമാണ് ബ്രാൻഡ് വരുന്നത്. കനേഡിയൻ ബ്രാൻഡാണ്. SC8000F എന്നാണ് മോഡൽ വരുന്നത്. ഈ ഒരു ടവർ സ്പീക്കറിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായി കാണും. ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് വരുന്നത് 116.5 സെൻറ്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 29.8 സെൻറ്റിമീറ്ററും ഡെപ്ത് വരുന്നത് 44.93 സെൻറ്റിമീറ്ററുമാണ്. ഈ ഒരു ടവർ സ്പീക്കറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 32.2 കിലോയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പാരഡൈമിൻ്റെ SC8000F എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിയിരിക്കും. അതിന് നിങ്ങളൊരു മൂവി ലവറോ മ്യൂസിക് ലവറോ ഒന്നും ആയിരിക്കണം എന്നില്ല. ഇനി ഒരു ടവർ സ്പീക്കറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു 3-വേ സ്പീക്കറാണ്. 5 ഡ്രൈവുകൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ട്വീറ്ററും ഒരു മിഡും 3 വൂഫറും നമുക്കിതിൽ വരുന്നുണ്ട്. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബേസ് റിഫ്ലെക്സ് എൻക്ലോഷർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്പീക്കർ ഡ്രൈവിൻ്റെയൊക്കെ വലിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു ഡ്രൈവിന് വലിപ്പം കൂടുന്തോറും ലോ ഫ്രീക്വൻസി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. 30 ഫീറ്റ് വരെ നമുക്ക് ഈ ഒരു ടവർ സ്പീക്കർ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂമിലേക്ക്, ഹാളിലേക്ക്, തിയേറ്ററിലേക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ ഒരു ടവർ സ്പീക്കർ തന്നെ ധാരാളമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 3-വേ സ്പീക്കറാണ്. 6.5 ഇഞ്ചിൻ്റെ മിനറൽ ഫിൽഡ് പോളി പ്രൊപ്പലൈൻ കോണാണ് കമ്പനി ഈ ഒരു മോഡലിൽ കൊടുത്തേക്കണത്. ഇത്രയും വലിയ മിഡ് റേഞ്ച് സ്പീക്കർ നിങ്ങൾ വേറെ ഏതെങ്കിലും മോഡലിൽ കണ്ടിട്ടുണ്ടോ? ഈ ഒരു പ്രൈസിൽ കാണാനും ചാൻസ് കുറവാണ്. വലിയ മിഡ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ വോക്കൽ ക്വാളിറ്റി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാനും മൂവി കാണാനും ഒരുപോലെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. ട്വീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിൻ്റെ എക്സ്പൾട്ടം ഡോം ഫെറോ ഫ്ലൂയിഡ് ഡാംഡ് കൂൾഡ് പെർഫറേറ്റർ ഫേസ് അലൈനിങ് ലെൻസ് ആണ് വരുന്നത്. പിന്നെ 3 വൂഫറുകൾ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. 8 ഇഞ്ചിൻ്റെ വൂഫറാണ് വരുന്നത്. 8 ഇഞ്ചിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്കൊരു സബ് വൂഫർ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ബേസ് ലഭിക്കും. ഇതിൻ്റെ ഒരു ബേസ് എഫക്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ. പണ്ടത്തെ വിൻറ്റേജ് സ്പീക്കറിൽ നിന്ന് വരുന്ന ആ ഒരു ബേസിലെ ആ ഒരു ഫീലാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഈ ഒരു ടവർ സ്പീക്കറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 45 ഹെഡ്സ് മുതൽ 21 കിലോ ഹെഡ്സ് വരെയാണ്. ഇംപീഡൻസ് 8 ഓംസ്, സെൻസിറ്റിവിറ്റി 95 dB, മാക്സിമം പവർ എന്ന് പറയുന്നത് 150 വാട്ട്സ് ആണ്. 2 വർഷമാണ് പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി വരുന്നത്. ഈ ഒരു ടവർ സ്പീക്കർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക.